ഹലോ, ഇതിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാലേ നമ്മൾ കുറച്ച് നെല്ലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കിയിട്ട് നമ്മൾ നെല്ലുത്തേരി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു സംഭവം നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെല്ലുണ്ടായിരുന്നു. അപ്പോൾ നെല്ലിൽ നമുക്ക് പതിരും ഉണ്ടാവും, അതുപോലെ നെല്ലും ഉണ്ടാവും. അപ്പോൾ ഇത് വേർതിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിലിട്ടിരിക്കുന്നത്. താഴെ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നതാണ് നെല്ല്, മുകളിൽ കിടക്കുന്നത് പതിരാണ്. അപ്പോൾ അതിൽ ചിലതിൽ മാത്രം നെല്ല് ചിലപ്പോൾ ഉണ്ടാവും. നെല്ലിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അരിമണി ഉണ്ടല്ലോ, അത് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ പൊങ്ങിക്കിടക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് വേറെ മാറ്റുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ഇത് മുഴുവൻ എടുത്തതിന് ശേഷം താഴത്തുള്ളതുണ്ടല്ലോ, താഴത്തുള്ള അതിങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പോൾ അത് ഇളക്കി കൊടുക്കുമ്പോൾ ഇനി ഉണ്ടെങ്കിൽ പതിരുണ്ടെങ്കിൽ അതിങ്ങനെ മുകളിലേക്ക് വരും കേട്ടോ. നമ്മൾ എന്നിട്ട് ഇതിൽ ഒരു മുറത്തേക്ക് ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്. നെല്ല് മാത്രമാണ് എടുത്ത് മാറ്റേണ്ടത്. ഇനി ഇത് നമുക്ക് വലിയൊരു ചെമ്പട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ഉള്ള നെല്ല് മുഴുവൻ ഇങ്ങനെ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ വലിയൊരു പാത്രത്തേക്ക് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കും. അത് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. അതാ ഈ ഒരു ചെമ്പലിക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി ഇത് ഇതുപോലെ നെല്ല് മുഴുവൻ അതിങ്ങനെ കഴുകിയെടുത്ത് അപ്പോൾ അതിലൊക്കെ മാറ്റി നമ്മൾ നെല്ല് മാത്രം വേർതിരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിനി പുഴുങ്ങിയെടുക്കണം. അപ്പോൾ പിന്നെ അത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് കഴിഞ്ഞു, ഇനി രണ്ടാമത്തതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാറ്റണം. നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പതിരൊക്കെ മുകളിലേക്ക് വരും. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് വേവിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം, വേവിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഊറ്റിയെടുക്കും. വെള്ളമൊക്കെ മാറി ഊറ്റിയെടുത്ത് നമ്മളൊരു ഭാഗത്തേക്ക് കൂട്ടും. എന്നിട്ട് അത് നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി കിട്ടും. അപ്പോൾ ഇത് വെന്തു എന്ന് അറിയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും നമുക്കിങ്ങനെ ആ നെല്ലിൻ്റെ ഉള്ളിൽ നിന്നുണ്ടല്ലോ ചോറ് ഇങ്ങനെ വെന്ത് വരില്ലേ, ആ ഒരു ടൈപ്പ് കിട്ടും. എന്നിട്ട് നമ്മളിത് ഉണക്കിയെടുക്കും. എന്നിട്ടാണ് നമ്മളത് കുത്തിയിട്ട്, ഉണങ്ങിയതിന് ശേഷം അത് നമ്മളൊരു ഉരലിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുത്തിയിട്ടെടുക്കും. എന്നിട്ട് അതിന്നിങ്ങനെ അതിൻ്റെ ആ നെല്ലിൻ്റെ പതിര് പോലെ അത് മാറിയിട്ട് നമുക്ക് ആ ഒരു നെല്ലല്ല, നമ്മൾ അരി ഉണ്ടല്ലോ, അത് നമുക്ക് വേർതിരിച്ച് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ.